ഞാൻ ആദ്യം എൻ്റെ അമ്മയോടെ പറഞ്ഞേ, അമ്മ എനിക്ക് തീരെ പറ്റുന്നില്ല അമ്മ, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര സ്ട്രെസ്സാ, തലവേദനിക്കുന്നു, ചില സമയത്ത് ബ്ലൈൻഡ് ഫീൽ ആവുന്നതെന്ന്. എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ മണപ്പുറത്ത് .NET ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് കാരണം അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ദെൻ ഒരു 2-3 മന്തിന് ശേഷം ഞാൻ ലുമിനാറിൽ ജോയിൻ ചെയ്തു. കാലിക്കറ്റിലെ ഫസ്റ്റ് ബാച്ച് ഞങ്ങളായിരുന്നു, ആംഗുലർ ഫുൾ സ്റ്റാക്ക്. ദെൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 1 മന്തിനുള്ളിൽ തന്നെ ഞാൻ പ്ലേസ്ഡ് ആയിരുന്നു. കൊച്ചിയിലൊരു കമ്പനിയാണ്. കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. കാരണം ഒരു 1 ഇയർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ ഭയങ്കര പ്രഷറാണ്. കാരണം ഒരു രാത്രി 11 മണിക്ക് എനിക്കൊരു കോൾ വരും, നിതിൻ ക്ലയൻറ്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ വർക്കായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ഭയങ്കര BP ആയി. എൻ്റെ ജൂനിയേഴ്സിനെ നോക്കണം, എൻ്റെ വർക്ക് നോക്കണം, സീനിയേഴ്സിൻ്റെ ചീത്ത കേൾക്കണം, അങ്ങനെ ഒരുപാട് ഇഷ്യൂ ആയപ്പോൾ ഞാൻ ഇതുവരെ നേരിട്ട് കാണാത്ത ഒരാളാണ് രോഹിണി മാം. ഒരുപാട് നന്ദി മാമിനോട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മാമിനെ വിളിച്ചിട്ട് പറഞ്ഞ്, മാം എനിക്ക് തീരെ പറ്റുന്നില്ല. ഞാൻ ആദ്യം എൻ്റെ അമ്മയോടെ പറഞ്ഞേ, അമ്മ എനിക്ക് തീരെ പറ്റുന്നില്ല അമ്മ, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര സ്ട്രെസ്സാ, തലവേദനിക്കുന്നു, ചില സമയത്ത് ബ്ലൈൻഡ് ഫീൽ ആവുന്നതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞ്, സാരല്ല എൻ്റെ മോൻ, നോക്ക്, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നോക്കാം, നിൻ്റെ കഴിവിനല്ലേ ജോലി കിട്ടി, ആരും വെറുതെ വന്നതല്ലാന്ന്. ആ സെക്കൻഡ് തന്നെ ഞാൻ വിളിച്ചു. എനിക്കൊരു ധൈര്യമായില്ലേ, ഒരു പോസിറ്റീവ് എനർജി. ഞാൻ രോഹിണി മാമിനെ വിളിച്ച്, മാം തീരെ പറ്റുന്നില്ല, എനിക്ക് തീരെ നടക്കുന്നത്. മാം ഒറ്റ വേട പറഞ്ഞോളൂ, എൻ്റെ മോൻ നിർത്തടാ, നമുക്ക് നോക്കാന്ന് പറഞ്ഞ്. എൻ്റെ അമ്മ പറഞ്ഞ സെയിം വേർഡ് ഞാൻ ഇപ്പോഴും അറിയിക്കുന്നത്. ഞാൻ ഇന്നുവരെ ആ മാമിനെ നേരിട്ട് കണ്ടിട്ടില്ല, എനിക്ക് എന്തായാലും ഇപ്പോൾ കാണണമെന്നുണ്ട്. അത്ര ഹാപ്പിയാണ്. കാരണം വേറെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ദെൻ ഒഫീഷ്യലി വൈഫ് എന്ന് പറയാമായിട്ടില്ല. എൻ്റെ വുഡ് ബി ഓണത്തിന് എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ആളെന്നോട് പറഞ്ഞായിരുന്നു, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ നിർത്തി, വേറെ നോക്കാം. കാരണം അത്രയും സപ്പോർട്ട് തരാൻ പറ്റത്തുള്ളൂ. അവർക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ അമ്മ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവുമല്ലോ, വീട്ടിലെ കടങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, കോഴ്സ് പഠിക്കാൻ പോയ കടങ്ങൾ, അങ്ങനെ ഒരുപാട്. അപ്പോൾ പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് രാഹുൽ സാറും ടീന മാമും, എക്സ്പെഷ്യലി ഞാൻ എല്ലാവരെക്കാട്ടിലും കൂടുതൽ പറയുന്നത് രോഹിണി മാമാണ്, അത്രേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ. ദെൻ ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത് വന്ന് ഇപ്പോൾ ഒരു സീനിയർ ഡെവലപ്പറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്ലേസ് ആവാൻ കാരണം ലുമിനാർ തന്നെയാണ്. സോ ലുമിനാറിന് ഒരുപാട് നന്ദി, താങ്ക്സ്. യെസ്, നിതിൻ കാണാത്ത നിതിൻ്റെ രക്ഷകയാണ് ഈ വരുന്നത്. രോഹിണി മാമിൻ്റെ ഒരു ഒറ്റ വാക്കിലാണ് നിതിൻ്റെ ജീവിതം മാറി മറിഞ്ഞെന്നാണ് നിതിൻ പറയുന്നത്.